ഇറങ്ങിയായിരുന്ന സൗഹൃദങ്ങൾക്ക് എൻ്റെ എല്ലാവിധ നന്ദി ഞാൻ രണ്ടാൾ മാത്രമേ ഇതിനകത്തുള്ളൂ, മൂന്നാൾ മാത്രമേ നമ്മൾ ഇതിനകത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മളൊരു പെട്ടെന്നുള്ള തീരുമാനമാണ്. അപ്പോൾ മഴയിൽ വന്നപ്പോൾ തന്നെ ഇത് എന്താ വേണ്ടെങ്കിലൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ എന്തായാലും ഇന്ന് തീരുമാനിച്ചപ്പോൾ ഷൈജുവിൻ്റെയാണ് ഏറ്റവും വലിയ ഒരാഗ്രഹം. അതിൻ്റെ എല്ലാ കഴിവും കാര്യങ്ങളും നമുക്ക് ഇതിൽ ബോധ്യപ്പെടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഓൻ്റെ തീരുമാനം ഇന്നെ കൊടുക്കണം എന്നുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ നമുക്ക് എന്നാൽ നമുക്ക് ഇന്നെ അയക്കലേ അത് ഇന്നെ ആ മഴ. അപ്പോൾ നോക്കുമ്പോൾ മഴ നമുക്ക് ഇതായിട്ട് അല്ലേ തമ്പുരാൻ രംഗനാശം കൊണ്ട് ആ മഴ അങ്ങോട്ട് മാറി നമുക്ക് നല്ല കാലാവസ്ഥയിൽ വന്നു. അതുകൊണ്ട് നമുക്ക് ആ സായാഹ്ന വേളയിലെങ്കിലും നമുക്ക് ഇത്രയും നല്ലൊരു ചെറിയ കൂട്ടായ്മയാണെങ്കിൽ കൂടിയും നല്ലൊരു ആ തമ്പുരാന് മുമ്പ് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയത് നമ്മളൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ ആണ് അനുഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസം വളരെ മനോഹരമായ ഒരു ദിവസമാണ്. കാരണം അമൃത വർഷിക്കാണ്. കാലാവസ്ഥ മഴ എന്ന് പറയുന്നത് അമൃത വർഷികളാണ്. നമുക്കറിയാം ത്യാഗരാജ സ്വാമികൾ അമൃതവർഷിണി എന്ന രാഗത്തിൽ കീർത്തനം ചെയ്തപ്പോൾ മഴ ലഭിച്ചു തമിഴ്നാട്ടിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു മഴയുടെ ഒരു അനുഗ്രഹം ഇന്നിവിടെ കിട്ടുന്നത് നമ്മുടെ ഈ ഒരു സന്ദർഭം ദൈവാധീനം അല്ലെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ട് എന്നുള്ളതിലൊരു സൂചനയായിട്ട് അതിനെ ഞാനൊരു മംഗള മുഹൂർത്തമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു ചടങ്ങ് ഷൈജുവോട് ഞാനത് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്തോ ഷൈജു ഈ പ്രശസ്തിക്ക് പൊതുവെ താല്പര്യമില്ലാത്ത ഒരാളായതുകൊണ്ട് അങ്ങനെ ഒരു ചടങ്ങൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ അത്യാവശ്യ ആളുകൾ മാത്രമേ. അങ്ങനെ വളരെ ഒരു ചെറിയ ഒരു ലളിതമായ ഒരു ചടങ്ങിലേക്ക് ഇത് ഒതുക്കേണ്ടി വന്നത് ഷൈജുവിൻ്റെ നിർബന്ധം കൊണ്ടാണ്. അല്ലെങ്കിൽ തിരുച്ചമ്പലത്ത് തുളസി ഹാളിൽ, കാരണം ആ തുളസി ഹാളിൽ എനിക്ക് ബന്ധുക്കളുണ്ട്, അവിടെ പരിപാടി നടത്തുന്നതിന് വലിയ ചിലവുമില്ല, നമുക്കത് എളുപ്പമായിരുന്നു. അങ്ങനെ ഒരു പരിപാടിയായിട്ടുണ്ട് നടത്തണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ ഷൈജുവിനത് ഇന്ന് തന്നെ കൊടുക്കണമെന്നും ഒരു ലളിതമായ ചടങ്ങിലൂടെ വീട്ടിൽ വെച്ചിട്ട് എടുക്കാം എന്നുള്ള ഒരു നിർബന്ധത്തിലാണ് ഇന്നിങ്ങനെ ഒരു ചെറിയൊരു സദസ്സ് ആയിരുന്നു. പക്ഷേ ചെറിയ സദസ്സാണെങ്കിൽ ഇതൊരു ധന്യമായ ഒരു മുഹൂർത്തമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഈ സന്ദർഭത്തിൽ ഔപചാരികത നമ്മൾ മാറ്റി വെക്കേണ്ടതില്ല, കാരണം ഒരു ചടങ്ങായിട്ട് തന്നെ ഇതിനെ മാറ്റുമ്പോൾ ഔപചാരികത നിർബന്ധമായിട്ടും ഉണ്ടാവണം എന്നുള്ളൊരു ധാരണയും കൂടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ മുതിരുന്നത്. നമുക്കറിയാം ദിനു പേരുവണ്ണാൻ, ഒരുപക്ഷെ വീട്ടുകാർക്ക് ദിനു പേരുവണ്ണാൻ അമ്മക്കോ അല്ലെങ്കിൽ ശ്രീമതിക്കോ സഹോദരപ്പടിക്കോ അത്രത്തോളം അറിയാൻ സാധ്യതയില്ല. പക്ഷേ നമ്മുടെ തളിപ്പറമ്പുകാർക്കോ അല്ലെങ്കിൽ സംഗീത പ്രദേശങ്ങൾക്കോ വളരെയധികം ആരാധനയോടെ കാണുന്ന ഒരു കനലാടിയാണ് ദിനു പേരുവണ്ണാൻ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബ സാന്നിധ്യത്തിൽ തന്നെ രണ്ടു വാക്ക് പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം 1996 ദിനു പേരുവണ്ണാൻ കുളപ്പശ്ശേരിക്കാവിലെ പുതിയ ഭഗവതി തെയ്യം കെട്ടിയാടി തമ്പുരാൻ്റെ ആ സന്നിധിയിൽ വെച്ച് പെരുവണ്ണാനായിട്ട് ആചാരപ്പെട്ടത്. അന്ന് മുതൽ അദ്ദേഹം തുടങ്ങുന്ന ഭക്തിയോടുകൂടിയും അനുഷ്ഠാനത്തോടുകൂടിയും ഉള്ള ആ തെയ്യത്തിൻ്റെ കനലാടിയുടെ യാത്ര ഇന്നും അഭംഗുരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തി നമുക്കറിയാം നാൾക്ക് നാൾ വർദ്ധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവും നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പാരമ്പര്യ ചികിത്സകൻ എന്ന പേര് കൂടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് ഒരു പക്ഷേ ആ പാരമ്പര്യ ചികിത്സ എന്ന ആ ഒരു സമ്പ്രദായത്തിൽ തന്നെ തുടർന്ന് പോയിരുന്നെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരു വലിയൊരു മെച്ചം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുലത്തൊഴിലിനോടും ഈ ഒരു ശ്രേഷ്ഠമായ അനുഷ്ഠാനത്തോടുമുള്ള അഭിനിവേശം ഒന്നുകൊണ്ട് മാത്രമാണ് വളരെയധികം ത്യാഗം സഹിച്ചിട്ട് അദ്ദേഹം ഈ ഒരു രംഗത്ത് നിലയുറപ്പിക്കുന്നു എന്ന് എന്നെപ്പോലുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിരവധി പുരസ്കാരങ്ങളൊന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന് ജനമനസ്സുകളിൽ അല്ലെങ്കിൽ തെയ്യത്തെ ആരാധിക്കുന്ന ഒരുപാട് ഒരു സമൂഹത്തിൽ അദ്ദേഹത്തിന് വലിയ ആരാധനയുണ്ട് എന്നുള്ളത് എനിക്കും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു യാത്ര വളരെ സമങ്കളം അഭംഗരമായിട്ട് തുടർന്നു പോട്ടെ എന്ന് ഈ അവസരത്തിൽ അദ്ദേഹത്തിന് മുട്ടമ്പിൽ രാമൻ ശ്രീദേവി മെമ്മോറിയൽ ആ അവാർഡ് കഴിഞ്ഞ തിരുച്ചമ്പലത്തിൻ്റെ കൊടിയും മുളയും നിവർന്നറിഞ്ഞ് അദ്ദേഹത്തിന് ആ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആ പുരസ്കാരം ലഭ്യത കൂടി അദ്ദേഹത്തെ ഞാൻ ഇവിടെ അഭിനന്ദിക്കുവാൻ ഈ ഒരു സന്ദർഭം ഉപയോഗിക്കുവാണ്. അദ്ദേഹത്തിൻ്റെ തെയ്യം യാത്രയിൽ
അദ്ദേഹത്തിൻ്റെ പാരമ്പര്യ കലകളിൽ പാരമ്പര്യ ചികിത്സ എന്ന രംഗത്തുള്ള യാത്രയിലും അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ എളുപ്പത്തിലും വളരെയധികം ശ്രേഷ്ഠമായും ഇനിയും നമ്മുടെ നാട്ടിലേക്ക് ഈ ഒരു 2 രംഗത്തും ധാരാളം സംഭാവന ചെയ്യാൻ സാധിക്കട്ടെ എന്നും അദ്ദേഹത്തിന് രാജകീയമായ മംഗളങ്ങളും പുരസ്കാരങ്ങളും ലഭിക്കാൻ ഇടവരട്ടെ എന്നും ഈ ഒരു തമ്പുരാൻ്റെ ഈ തിരുവുറ്റത്ത് നിന്നുകൊണ്ട് നമ്മുടെ ദൈവമായ മുത്തപ്പൻ്റെ തിരുവുറ്റത്ത് നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.